ഇടുക്കി മൂന്നാറിൽ കാട്ടാന ഓടിക്കൊണ്ടിരുന്ന കാർ ചവിട്ടിമറിച്ചു. മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപം വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറാണ് കാട്ടാന ചവിട്ടിമറിച്ചത്. കാർ റോഡിൽ തലകീഴായി മറിഞ്ഞു. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, ഈ സ്ഥിരം പ്രശ്നക്കാരായ കാട്ടാനകൾ വല്ലതുമാണോ അതോ പുതിയ കാട്ടാനയാണോ? എന്താണ് ഇവിടെ ഉണ്ടായത്? പുതിയ കാട്ടാനയാണ് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഒരു മോഴയാനയാണ് എന്നുള്ള വിവരങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. അടുത്തിടെയാണ് ഈ ആന ഇവിടെ കണ്ടു തുടങ്ങിയതെന്നും വിവരം ലഭിക്കുന്നുണ്ട്. രാവിലെ 11 മണിയോടെയാണ് ഈ കാട്ടാന ആക്രമിക്കുന്നത്. മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്കുള്ള യാത്രാമധ്യേ ദേവികുളത്തിന് സമീപം സിഗ്നൽ പോയിന്റിന് അടുത്ത് വെച്ചിട്ടാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ആന റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. ഇതറിയാതെ ആനയുടെ മുന്നിൽ ഈ വാഹനം എത്തിപ്പിടിക്കുകയും ചെയ്തതായിരുന്നു. പ്രകോപിതനായ ആന വാഹനം ചവിട്ടി മറിച്ചിടുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. ഈ ആന ആക്രമിച്ചോടുകൂടി വാഹനം മറിഞ്ഞെങ്കിലും യാത്രക്കാർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഈ ആനയുടെ ആക്രമണത്തിൽ വാഹനത്തിന് കേടുപാടുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലാണ് യാത്രക്കാരെ അവിടെ നിന്ന് മാറ്റിയത്. ഈ ആന സമീപത്തെ കാട്ടിലേക്ക് കയറി പോകുന്നതിനിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു പശുവിനെയും കാട്ടാന ആക്രമിച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും സ്ഥലത്തെത്തി ആനയെ തുരത്തിയിട്ടുണ്ട്. ഈ ചൂട് കൂടുന്നതിന്റെ പശ്ചാത്തലത്തിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമൊക്കെ വനംവകുപ്പ് നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വഴി കാട്ടാനകൾ നിരവധി കടന്നു പോകുന്ന പാസ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി സിജോ.